മധ്യകാലത്തിൽ യൂറോപ്പിന്റെ വിവിധ മേഖലകളിലുണ്ടായ പരിവർത്തനം പ്രതിപാദിക്കുന്ന യൂണിറ്റാണ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. യൂറോപ്പ് പരിവർത്തന പാതയിൽ. പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ഒരു ചരിത്ര സ്മാരകവും അതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പും നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ് മോണുമെന്റ്സ്? ഏതാണ് ഈ ചരിത്ര സ്മാരകം? ഹഗിയ സോഫിയ. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദി 6th century AD. ഹഗിയ സോഫിയ എന്ന ഈ സ്മാരകം നിർമ്മിച്ചത് AD 6-ാം നൂറ്റാണ്ടിലാണ്. ഏത് നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ നിർമ്മിച്ചത്? AD 6th century. Where is ഹഗിയ സോഫിയ situated? എവിടെയാണ് ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എന്നറിയാമോ? കോൺസ്റ്റാന്റിനോപ്പിൾ. ലോകത്തിലെ ഒരു ചരിത്ര സ്മാരകമായ ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. നൗ ഇറ്റ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ തുർക്കി. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഹഗിയ സോഫിയ നിലനിർത്തിയിരിക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് ഏത് രാജ്യത്തിന്റെ ഭാഗമാണെന്നറിയാമോ? ടുഡേ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് കൺട്രി? കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ? ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദി 6th century AD. ഹഗിയ സോഫിയ സിറ്റുവേറ്റഡ് ഇൻ കോൺസ്റ്റാന്റിനോപ്പിൾ. Now it preserved as a history museum in Turkey. Look at the location of Constantinople on this map. Constantinople is situated between the continents of Asia and Europe. യൂറോപ്പ് ഏഷ്യ വൻകരകൾക്കിടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോകചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ടുഡേ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ആസ് ഇസ്താംബൂൾ. ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ്. നൗ ലെറ്റ് us see what are the features of കോൺസ്റ്റാന്റിനോപ്പിൾ. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. സെന്റർ ഓഫ് നോളജ്. വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അബോർഡ് ഓഫ് സ്കോളേഴ്സ്. അതിന്റെ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. Once again, what were the features of Constantinople? എന്തൊക്കെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകളെന്ന് നമുക്കൊരിക്കൽ കൂടി നോക്കിയാലോ? സെന്റർ ഓഫ് നോളജ്. വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. മറ്റൊരു സവിശേഷത അബോർഡ് ഓഫ് സ്കോളേഴ്സ്. അതിന്റെ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. When did the Turks capture Constantinople? 1453. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏതാണ്? 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. What were the consequences of the Turkish conquest of Constantinople? Fall of the centuries-old Eastern Roman Empire. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. What were the consequences of the Turkish conquest of Constantinople? Fall of the centuries-old Eastern Roman Empire. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു.
Consequently, scholars, artists, and writers fled from Constantinople to nearby areas in great numbers. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തത്? കോൺസ്റ്റാന്റിനോപ്പിളിൽ അധിവസിച്ചിരുന്ന സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും കലാകാരന്മാരും ഇറ്റലിയിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡിഷൻ. ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ പ്രധാന കാരണമെന്ന് പറയുന്നത് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. അനദർ റീസൺ വാസ് ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. അതുകൊണ്ടാണ് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഇറ്റലിയിലേക്ക് എത്തിച്ചേർന്നത്. വൈ സ്കോളേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ഹു ലിവ്ഡ് ഇൻ കോൺസ്റ്റാന്റിനോപ്പിൾ കെയിം ടു ഇറ്റലി? മേക്ക് എ വേർഡ് സൺ. നമുക്ക് ഒരു പദസൂര്യൻ നിർമ്മിച്ചാലോ? കോൺസ്റ്റാന്റിനോപ്പിളിൽ അധിവസിച്ചിരുന്ന പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇറ്റലിയിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ ഈ പദസൂര്യനിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ദി കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ തുർക്സ്, ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് ഇൻ പ്രിസർവിംഗ് ദ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ്, എൻകറേജ്മെന്റ് ഓഫ് വെൽത്തി മെർച്ചൻസ്, ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡിഷൻ. ഇറ്റലിയിൽ ഇവർ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം, ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യാപാരികൾക്കുണ്ടായിരുന്ന താൽപ്പര്യം, സമ്പന്നരായ വ്യാപാരികളുടെ പ്രോത്സാഹനം. ഗ്രീക്കോ റോമൻ സാംസ്കാരിക പൈതൃകമുള്ള രാജ്യമായിരുന്നു ഇറ്റലി. കോൺസ്റ്റാന്റിനോപ്പിളിൽ അധിവസിച്ചിരുന്ന പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇറ്റലിയിൽ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ ഇവയാണ്. ഈ യൂണിറ്റിന്റെ തുടർന്നുള്ള ഭാഗവും തുടർ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. UP ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു വയ്ക്കുക.